ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. ലോക പരിസ്ഥിതി ദിനത്തിൽ വനത്തെ കണ്ടറിഞ്ഞ് മുള്ളൂർക്കര NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ. കേരള വന്യജീവി വകുപ്പും അസുരൻകുണ്ട് വനസംരക്ഷണ സമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് വനയാത്രയും വൃക്ഷത്തൈ നടീലും സംഘടിപ്പിച്ചത്. അസുരൻകുണ്ട് ഡാം പരിസരത്ത് വെച്ച് നടന്ന പരിപാടി രവികുമാർ മീണ IFS ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിനത്തിൽ മുള്ളൂർക്കര സ്കൂളിലെ 50ഓളം വോളണ്ടിയർമാരാണ് കാടിനെ അടുത്തറിയാൻ വനയാത്ര നടത്തിയത്. കേരള വനം വന്യജീവി വകുപ്പും അസുരൻകുണ്ട് വന സംരക്ഷണ സമിതിയും ബയോ നാച്ചുറൽ ക്ലബ്ബും സംയുക്തമായാണ് ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വനയാത്രയും പരിസ്ഥിതി ദിന സന്ദേശവും വൃക്ഷത്തൈ നടീലും സംഘടിപ്പിച്ചത്. അസുരൻകുണ്ട് ഡാം പരിസരത്ത് വെച്ച് വ്യാഴാഴ്ച നടന്ന പരിപാടി തൃശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ രവികുമാർ മീണ IFS ഉദ്ഘാടനം ചെയ്തു. What is the point of this celebration of Environment Day and everything? That kind of class has been given in the that your school only. We are inside this forest, like you are just young, 10-15 years old only. So this everything I am saying for you people, because all of us are like more than everybody is of 25 and 30 years old. We have lived our half of the life. So whatever we are doing, this environment, forest protection, climate change, that is being done for your future and for the generation which will be coming in the future after you. Because if you will ask from your grandparents, I am not saying about your parents, if you ask your grandparents what kind of forest was there during their time in this area, then they will tell you the stories. Slowly what is happening, our population is also increasing and so many things are happening. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BK തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ R ആനന്ദ് പരിസ്ഥിതി സന്ദേശം നൽകി. അസുരൻകുണ്ട് VSS സെക്രട്ടറി AP മുഹമ്മദ് ഷെരീഫ്, വാഴാനി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ P വിനോദ്, ബയോ നാച്ചുറൽ ക്ലബ്ബ് സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ MK അബ്ദുൾ സലാം, സർപ്പ മാസ്റ്റർ ട്രെയിനർ ജോജു CT എന്നിവർ സർപ്പ ആപ്പിനെ സംബന്ധിച്ചും പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസുകൾക്കും നേതൃത്വം നൽകി. അസുരൻകുണ്ട് വന സംരക്ഷണ സമിതി സെക്രട്ടറി AP മുഹമ്മദ് ഷെരീഫ്, അസുരൻകുണ്ട് വന സംരക്ഷണ സമിതി പ്രസിഡന്റ് T രാധാകൃഷ്ണൻ, മുള്ളൂർക്കര NSS പ്രോഗ്രാം ഓഫീസർ ലക്ഷ്മി CR, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ശാരദ PS, PTA പ്രസിഡന്റ് ഷാജിമോൻ PG, PTA എക്സിക്യൂട്ടീവ് അംഗം ധന്യ ES, അസുരൻകുണ്ട് വനസംരക്ഷണ സമിതി എക്സിക്യൂട്ടീവ് അംഗം പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പരിസ്ഥിതി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ രവികുമാർ മീണ IFSഉം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്തും ചേർന്ന് സമ്മാനിച്ചു. എല്ലാ വർഷവും ജൂൺ 5-ന് നമ്മൾ രാവിലെ പല്ല് തേക്കുന്നു, കുളിക്കുന്നു, വിത്തുകൾ എടുക്കുന്നു, അല്ലെങ്കിൽ ചെടികൾ എടുക്കുന്നു, കുഴി കുത്തുന്നു, തൈകൾ വെക്കുന്നു. അതൊന്ന് വ്യത്യസ്തമായിക്കൊണ്ട് വളരെ കാര്യമായിട്ട് പരിസ്ഥിതിയെക്കുറിച്ചും ഇവിടെ ആരൊക്കെ നിലനിൽക്കണമെന്ന കാര്യത്തെക്കുറിച്ചും വളരെ സഗൗരവം ചിന്തിക്കേണ്ട ഒരു സമയമാണ്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇവിടെ മനുഷ്യൻ മാത്രം മതി, മരങ്ങൾ വേണ്ട, മൃഗങ്ങൾ വേണ്ട, ഞങ്ങളിവിടെ ജീവിച്ചു കൊള്ളാം എന്ന രീതിയിലേക്കാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, മതങ്ങൾ തമ്മിൽ അടികൂടാവുന്നുണ്ട്, മതവിദ്വേഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മതത്തിൽ പറഞ്ഞ നല്ല കാര്യങ്ങളെ ഒന്നും നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. മുഹമ്മദ് നബി, പ്രവാചകനായ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്, നാളെയാണ് ലോകാവസാനമെങ്കിൽ ഒരു തൈ നടാൻ ഏറ്റവും നല്ല ദിവസം ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്നാണെന്നുള്ളത്. അതുപോലെ തന്നെ വൃക്ഷായുർവേദം, അതിൽ പറയുന്ന കാര്യങ്ങൾ, അതുപോലെ നോഹയുടെ പേടകം, ഒരു എൻവയോൺമെൻറ്റിന് വളരെ കൃത്യമായ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നോഹയുടെ പേടകമാണ്. പ്രളയമുണ്ടാകുന്നു എന്ന് ദൈവം ആരോ ആയിക്കോട്ടെ നിർദ്ദേശം കൊടുത്തപ്പോൾ നോഹ പേടകം ഉണ്ടാക്കി. ആ പേടകത്തിൽ നോഹയും കുടുംബവും അല്ല രക്ഷപ്പെട്ടത്, എല്ലാ ജീവജാലങ്ങളുടെയും ആണിനെയും പെണ്ണിനെയും കയറ്റി അത്തരത്തിൽ യാത്ര ചെയ്യും. അങ്ങനെ യാത്ര ചെയ്ത് 150 ദിവസത്തോളം യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുന്നു. അതിനുശേഷം ഒരു പ്രാവിനെ എടുത്ത് പുറത്തേക്ക് കടത്തിവിടും. ആ പ്രാവ് പോയിട്ട് ഒരു ഒലിവില, അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പ്രകൃതിയെ എത്രത്തോളം ഭംഗിയായിട്ടാണ് ഇവിടുത്തെ മതഗ്രന്ഥങ്ങൾ ഉപയോഗപ്പെടുത്തിയതെന്ന്. ഒരു ഒലിവിലയായി വരുന്നു, ആ തൻ്റെ ഒപ്പം സഞ്ചരിച്ചിരുന്ന എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കപ്പെടുന്നു. ആ ഘട്ടത്തിലേക്കാണ് പോകുന്നത്. മരങ്ങൾ മുറിക്കണമെന്ന രീതിയിലേക്കാണ് പോകുന്നത്. VCV ന്യൂസ് മുള്ളൂർക്കര.
You are watching VCV News.